നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ശബരിമല സന്നിധാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശബരിമല സന്നിധാനം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ ഭാഗത്തു നിന്നുള്ള അയ്യപ്പ ഭക്തരായിരുന്നു അധികവും അവിടേക്ക് യാത്രയായിരുന്നത്. ഏകദേശം 10,000-ഓളം ആൾക്കാർ മാത്രമേ ഓരോ വർഷവും അവിടെ ദർശനം നടത്തിയിരുന്നുള്ളൂ. ഇന്നത് ദശലക്ഷക്കണക്കിനായി. ഇന്ന് കേരളത്തിൽ നിന്നും മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമായി ദിനംപ്രതി 70,000-80,000 ആൾക്കാരാണ് ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിപ്പെടുന്നത്. ആധ്യാത്മിക ചൈതന്യം തുടിക്കുന്ന സന്നിധാനത്തേക്ക് ചരിത്രപരമായിട്ടുള്ള വസ്തുതകളോ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ മാത്രമല്ല, ആ സന്നിധാനത്തിൽ ലഭിക്കുന്ന ഒരു നിർവാജ്യ ലഹരി അത് അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് മിക്കവാറും ഭക്തർ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്. കാരണവാസനായ അയ്യപ്പനെ കാണാൻ 41 ദിവസം വ്രതം അനുഷ്ഠിച്ചിട്ട് ശബരിമലയിലേക്ക് വരുന്നത് കറുപ്പുടുത്ത് അല്ലെങ്കിൽ നീലയുടുത്ത് സന്നിധാനത്തേക്ക് വരുന്ന ഭക്തർ പാദം ചെരുപ്പില്ലാതെ നഗ്നപാദരായി മല ചവിട്ടിയും പമ്പ വഴിയും സന്നിധാനത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലത്ത് അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. കാരണം ഒരു ദിവസം 70,000 ആൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു നോക്കുക, 10,000 പേര് 70,000 വന്നു കഴിഞ്ഞാൽ 10,000 പേര് ഒരു കടലമിഠായിയുടെ കടലാസ് അവിടെ ഇടുകയാണെങ്കിൽ എത്ര മാലിന്യം ഉണ്ടാവും? അപ്പോൾ ഇത്രയും ഭക്തജനങ്ങൾ, ഇത്രയും ദൂരയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങളുടെ കൈവശം എന്തായാലും മാലിന്യ പൊതികൾ, പ്ലാസ്റ്റിക് കവറുകൾ, വെള്ളം കുടിക്കുന്ന കുപ്പികൾ ഇതെന്തായാലും ഉണ്ടാവും. നമ്മൾ എത്ര മാത്രം അവരെ ബോധവാന്മാരാക്കിയാലും എന്തായാലും മാലിന്യമില്ലാതെ മനുഷ്യൻ എത്തിപ്പെടുന്ന ഏത് സ്ഥലത്തും മാലിന്യം ഉണ്ടാവും. ആ മാലിന്യം നീക്കം ചെയ്യാൻ സർക്കാർ, മറ്റ് സന്നദ്ധ സംഘടനകൾ, സന്നദ്ധ സേവന താല്പര്യമുള്ള വ്യക്തികൾ, മറ്റ് സ്ഥാപനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് അവിടെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ശബരിമലയിൽ ആദ്യ 20 ദിനം 1640 ലോഡ് 1640 ലോഡ് മാലിന്യമാണ് നീക്കം ചെയ്തത്. ഒരു ദിവസം 35 ലോഡ് മാലിന്യം. ഈ മാലിന്യം ക്ഷേത്രത്തിലെ അവശിഷ്ടങ്ങൾ കൂടിയുണ്ട്, മനുഷ്യൻ കളയുന്നത് മാത്രമല്ല. ഒരു ദിവസം 35 ലോഡ് മാലിന്യമാണ് പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും മാത്രമായിട്ട് മാറ്റം ചെയ്യുന്നത്. വിശുദ്ധി സേനയും ദേവസ്വം ബോർഡിൻ്റെ പവിത്രം ശബരിമലയും ചേർന്നാണ് ഈ മാലിന്യമെല്ലാം നീക്കം ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പമ്പ സാനിറ്റേഷൻ സൊസൈറ്റിയും കൂടി ചേർന്നാണ് ഈ ഭാരിച്ച ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുന്നത്. പമ്പയും പരിസര പ്രദേശങ്ങളും ശബരിമലയിലുള്ള കിലോമീറ്റർ ദൂരമുള്ള ഇരു സൈഡുകളിലെയും മാലിന്യങ്ങൾ ഈ കുന്നുകൂടാതെ, അവിടെ ഒരു മാലിന്യ കുന്നുകൂടാതെ ഒരു അയ്യപ്പനും ദോഷം വരാത്ത രീതിയിൽ, നടന്നു പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ ഗംഭീരമായി നടക്കുന്നു. അവിടെ ശുദ്ധിയുള്ള ശബരിമലയ്ക്ക് തിളക്കം നൽകുന്നത് ഈ സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ മൂലമാണ്. ധാരാളം ട്രാക്ടറുകളിൽ ഈ വളണ്ടിയർമാർ ശേഖരിക്കുന്ന മാലിന്യം ചാക്കുകളിലാക്കി അപ്പോൾ തന്നെ ലോഡ് കണക്കിന് ട്രാക്ടറുകളാണ് അവിടെ നിന്ന് പമ്പയിലേക്ക് എത്തിച്ചേരുന്നത്. പമ്പയിൽ നിന്ന് ഈ മാലിന്യം പിന്നെയും ലോഡാക്കിയിട്ട് അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. പമ്പയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം അതാത് സമയത്ത് തന്നെ പാണ്ടിത്താവളത്തുള്ള ഇൻസിനേറ്ററിൽ വെച്ചാണ് മണിക്കൂറിൽ 750 കിലോ കത്തിച്ച് കളയുന്ന ഇൻസിനേറ്ററിലാണ് കത്തിക്കാൻ പറ്റിയ ഖരരൂപത്തിലുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത്. അവിടെയും ഇത് പോരാ, ഇപ്പോൾ കത്തിക്കുന്നത് മതിയാവുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളിലുള്ള മാലിന്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലും വലിയൊരു സംവിധാനം അവിടെ ഒരുക്കാൻ പെട്ടെന്ന് കഴിയില്ല. ഈ സംവിധാനം എന്നുമില്ലല്ലോ. ആകെ ഈ 41 ദിവസത്തെ മാലിന്യം മാത്രമാണ് പ്രധാനമായിട്ടും ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. 7 ട്രാക്ടർ സ്ഥിരമായിട്ട് ഈ മാലിന്യം അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പാച്ചിമേട് ടോപ്പ് മുതൽ ചാലക്കയം വരെയുള്ള സ്ഥലങ്ങളിൽ മാത്രം 7 ലോഡ് മാലിന്യമാണ് ഒരു ദിവസം നീക്കം ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ മാലിന്യത്തിൻ്റെ തോത് ഒന്ന് ആലോചിച്ചാൽ മതി. 7 ലോഡ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. 24 ലോഡാണ് നിലയ്ക്കലിലെ സംസ്കരണ സ്ഥലത്തേക്ക്
ദിവസവും എത്തുന്നത്. ഈ 24 ലോഡും ശേഖരിക്കുന്നത് 1000 തൊഴിലാളികളാണ്. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ 1000 തൊഴിലാളികളാണ് ഇത്രയും സ്ഥലത്തെ മാലിന്യം നീക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓരോ അയ്യപ്പ ഭക്തന്മാരോടും സർക്കാരിന് പറയാനുള്ളത്, നിങ്ങൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വാഹനങ്ങളിൽ അമിതമായ സാധനങ്ങൾ വെച്ച് കെട്ടി കൊണ്ടുപോകരുത്. ഡ്രൈവർക്ക് തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാഴക്കൊലകളോ അല്ലെങ്കിൽ പൂമാലകളോ പിന്നെ ഭസ്മമോ കളഭമോ ഒന്നും ചാർത്തരുത്. ഡ്രൈവിംഗ് സീറ്റിലെ ഗ്ലാസും ഫ്രണ്ടിലെ 2 ഗ്ലാസും വ്യക്തമായി കാണുന്ന രീതിയിലായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിൽ, ഗുഡ്സ് വണ്ടികളിൽ, പിന്നെ ലോറി ട്രക്കുകളിലൊക്കെ ഷീറ്റ് കെട്ടി അതിലൊക്കെ അയ്യപ്പ ഭക്തന്മാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വന്നിരുന്നു. ഈ വർഷം നിർബന്ധമായിട്ടും തടയിട്ടിട്ടുണ്ട്. അത്തരം വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടുന്നേ ഇല്ല. അതുപോലെ തന്നെ പമ്പയിലെ മാലിന്യം, പമ്പാ നദിയിൽ പിന്നെ മാലിന്യം ഇത്രയും അയ്യപ്പ ഭക്തന്മാർ കുളിക്കുകയാണെങ്കിൽ അത് മാലിന്യമാവുമെന്ന് പറയേണ്ടതില്ലല്ലോ. പമ്പ മാലിന്യമുക്തമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. സന്നിധാനത്ത് മാത്രം 300 സന്നദ്ധ സേനാ വളണ്ടിയർമാരാണ് ഈ മാലിന്യം നീക്കാൻ സന്നദ്ധരായിട്ട് അവിടെയുള്ളത്. പമ്പയിൽ 300 പേര്, നിലയ്ക്കൽ 250 പേര്. ശബരിമലയിലെ മാലിന്യം നീക്കാൻ ശാസ്ത്രീയമായിട്ട് വളരെയേറെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഈ 1000 വളണ്ടിയർ മാത്രമല്ല, അതിൻ്റെ കൂടെ 20ഓളം ട്രാക്ടറും അതുപോലെ തന്നെ ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി മറ്റൊരു സന്നദ്ധ സേനയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാളികപ്പുറത്ത് മണിക്കൂറുകൾ കൂടുമ്പോൾ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്രയും 50,000 മുതൽ 75,000 വരെ ഭക്തർ എത്തിച്ചേരുന്ന സ്ഥലത്ത് വായു മലിനമാകാൻ സാധ്യതയുണ്ട്. ആ വായു മലിനീകരണം കുറച്ചുകൂടി ശുദ്ധിയാക്കുന്നത് അവിടുത്തെ പിന്നെ നാളികേരം കത്തിക്കുന്ന സംവിധാനത്തോടു കൂടിയാണ്. നാളികേരം എറിഞ്ഞ് പിന്നെ അഗ്നിയെ ശുദ്ധമാക്കുന്ന ഒരു പ്രവർത്തനം വായു ശുദ്ധീകരിക്കുന്നതിന് വളരെയേറെ ഗുണകരമാണ്. അത് ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിലും അത് ഭക്തർക്ക് ഗുണമാണ് ചെയ്യുന്നത്. വായു ശുദ്ധീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഈ നാളികേരം മുടക്കിയാൽ നെയ്ത്തേങ്ങയാണ് കത്തിക്കുന്നത്. ആ കത്തിക്കുന്ന വായു ശുദ്ധമായി തീരുന്നു. മറ്റൊന്ന് ഈ പമ്പയിലെ മാലിന്യം. പമ്പയിലെ ജലം മലിനമാണ്. മലിന തോത് വളരെ കൂടുതലാണ്. എന്നിട്ട് പോലും ഒരു ഭക്തർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നത് വളരെയേറെ ഭാഗ്യം തന്നെ. സർക്കാരിൻ്റെ വളരെയേറെ നിരീക്ഷണം ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ വൃത്തിയായിട്ടുള്ള ഹോട്ടലുകൾ മാത്രമേ അവിടെ നടത്തുന്നുള്ളൂ. ശുദ്ധമായ ഭക്ഷണം, ചൂടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം ഇഷ്ടം പോലെ, ഭക്തർക്ക് വെള്ളം ഇഷ്ടം പോലെ കൊടുക്കുന്ന സന്നദ്ധ സേനകൾ തന്നെയുണ്ട്. ഇഷ്ടം പോലെ വെള്ളം, ഒരു ഭക്തനും വെള്ളം കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. അത്രമാത്രം സ്റ്റീൽ പാത്രങ്ങളിലാണ് വെള്ളം കൊടുക്കുന്നത്. വെള്ളം അത്രമാത്രം പോകുന്നിടത്തെല്ലാം ബിസ്ക്കറ്റുകളും വെള്ളവും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഓരോ സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. ആരോഗ്യം ആർക്കെങ്കിലും ക്ഷീണം വരികയാണെങ്കിൽ അവിടെ കിടക്കുക, വിശ്രമിക്കാം. മരുന്ന് വേണമെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നു. ഗ്ലൂക്കോസ് കയറ്റേണ്ടവർക്ക് അവിടെ നിന്ന് ഗ്ലൂക്കോസ് കയറ്റുന്നു. പ്രാഥമിക ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബുലൻസ് സംവിധാനവും എല്ലാം കൃത്യമായിട്ടാണ് ശബരിമലയിൽ ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തർക്ക് മറ്റ് വിഷമങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ പമ്പയിൽ നിന്ന് ശബരിമല വരെ ഇഷ്ടം പോലെ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന അയ്യപ്പ ഭക്തന്മാരെങ്കിലും ആലോചിക്കുക. ഒരു പ്ലാസ്റ്റിക് മലിനമാക്കാൻ ഒരു പ്ലാസ്റ്റിക്കും ഒരു തോർത്ത് പോലും ഒരു തുണിക്കഷ്ണം പോലും ഒന്നും തന്നെ ആ നിലയ്ക്കലോ പമ്പയിലോ അല്ലെങ്കിൽ സന്നിധാനത്തോ പോകുന്ന വഴിയരികിലോ ഒന്നും കൊണ്ടുപോയി ഇടരുത്. വെള്ളത്തിൽ തുപ്പുക പോലും അരുത് എന്ന് നമ്മളെ ഭക്തിയോടുകൂടി തന്നെ ഞാൻ ഓർക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ യാത്രകളിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റു വാഹനങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം അലങ്കരിക്കരുത്. വാഹനത്തിൽ പൂക്കൾ ഫോട്ടോ വയ്ക്കുകയും ഒക്കെ ചെയ്യുമെങ്കിൽ കൂടി വാഹനത്തിൻ്റെ ലൈറ്റിനോ വാഹനത്തിൻ്റെ മറ്റ് സംവിധാനത്തിനോ തകരാറ് വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ മുന്നിൽ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർക്ക് ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ള അലങ്കാരങ്ങളൊന്നും വാഹനങ്ങളിൽ നടത്തരുത് എന്ന് പറയുന്നു. ഭക്തി മനസ്സിലാണ് വേണ്ടത്, അത് വാഹനത്തിൻ്റെ മുകളിലല്ല കാണിക്കേണ്ടത്. അതുപോലെ തന്നെ
പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സന്നിധാനത്തേക്ക് എത്തുന്ന ലക്ഷ്യം സന്നിധാനമാണെങ്കിൽ പോലും നമ്മൾ പോകുന്ന വഴിക്കുള്ള ആ കാനനം എത്ര മനോഹരമാണ്. പകൽ സമയത്ത് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ അല്ലെങ്കിൽ തിരിച്ച് പകൽ ഇറങ്ങും, രാത്രി കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന ഭക്തന്മാർ ആ വനമെങ്കിലും ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ഒരു ശുദ്ധമായ വനം വേറെ എവിടെയും കാണില്ല. ശബരിമലയിലേക്ക് പോകുന്ന വഴിക്കുള്ള വനങ്ങൾ ശരിക്കും മഴക്കാടുകളാണ്. ആ മഴക്കാടുകൾ, അവിടെയുള്ള മരങ്ങൾ, അത് എത്ര മനോഹരമാണ്. അത് നമ്മൾ വന്യമൃഗങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം നരി അവിടെ ഇറങ്ങി ഒരു കാട്ടുപന്നിയെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്യജീവികൾ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വനത്തിൽ ഒരു പ്ലാസ്റ്റിക്കും വലിച്ചെറിയാതെ, കാരണം അയ്യപ്പൻ്റേത് മാത്രമാക്കി ശുദ്ധിയോടുകൂടി പിന്നെ നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.